ഉലൈക റഫീഖാ, അവരെക്കാളും നല്ല കൂട്ടുകാര് പിന്നെ ആരുണ്ട് വേറെ? അവ കാണണമെന്ന് കൊതിയാകുമ്പോൾ മദീന പള്ളിയിൽ വന്ന് അങ്ങയെ നോക്കുന്ന പോലെ നാളെ സ്വർഗത്തിലെത്തിയാൽ അങ്ങയെ കാണാനൊക്കുമോ? ഈ ചോദ്യം സ്വഹാബികൾ ചോദിക്കുമ്പോ മൗലിദിന്റെ സന്ദർഭങ്ങൾ വരുമ്പോ, ഹബീബിന്റെ നബിദിന ആഘോഷങ്ങൾ വരുമ്പോ വേണ്ടാത് അത് ബിദ്അത്താണ്, വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ പോലും മുഴുവൻ കേൾക്കാതെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പുകൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും പ്രചരിപ്പിക്കുന്ന ആളുകളെ ഒന്ന് കേൾക്കണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബിനോട് ഈ സ്നേഹവും അനുരാഗവും കൊണ്ടു നടന്ന സ്വഹാബിമാർ അതിരുകളില്ലാതെ ഹബീബിനെ സ്നേഹിക്കുകയായിരുന്നു. ഹബീബിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, നിബിധങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകള് ഇത് മാത്രമാണ്, അത് ഇത്തിബാ ചെയ്യൽ മാത്രമാണ് എന്നതിനെ വ്യാഖ്യാനിക്കുന്നവർ അറിയണം. സ്വഹാബിമാർ അതൊക്കെ ചെയ്തതിന്റെ പുറമെയാണ് ഹബീബെ അങ്ങയെ കാണണം, ഞങ്ങൾക്ക് കാണണം, എപ്പോഴും കാണണം, നാളെ സ്വർഗത്തിലും കാണണം. അങ്ങനെ കാണാതെ വരുമോ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ മെലിയാൻ തുടങ്ങി നബിയെ, സങ്കടം കൊണ്ട് മെലിയുകയാണെന്ന് ഹബീബായ നബിയോട് അതിരുകളില്ലാത്ത ആ അനന്തമായ സ്നേഹസാഗരം ഹബീബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ വഹയിന്റെ വെളിച്ചം വേണ്ടി വന്നു. ഈ സ്നേഹത്തിൽ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം അവതരിക്കുകയാണ്. ഓതിക്കൊടുക്കു നബിയേ, നാളെ സ്വർഗലോകത്ത് വരുമ്പോ അങ്ങയെ വന്ന് കാണാൻ എനിക്കാവുമോ എന്ന് പേടിച്ച്, നാളെ സ്വർഗത്തിൽ ഞാൻ താഴെയും അങ്ങ് മീതയുമാകുമ്പോ അങ്ങ് എങ്ങനെയാണ് ഞാൻ വന്ന് കാണുക എന്ന് ചിന്തിക്കുന്ന അങ്ങയുടെ സ്വഹാബിയായ തൗബാൻ എന്നവരോടും അങ്ങയെ കാണാൻ കൊതിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളോടും മുഹിബ്ബീങ്ങളോടും പറയണേ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ താഴെയല്ല, അവര് പ്രവാചകന്മാരുടെ കൂടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരൊക്കെയാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത്, അള്ളാഹു നമുക്കിതിന് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ആകാശലോകത്ത് നിന്ന് ഏതൊരു പുണ്യപ്രവാചകൻ അള്ളാഹു ഇറക്കിക്കൊടുത്ത റിസാലത്താണോ, ദിവ്യബോധനമാണോ, ആ ഇസ്ലാം അതെന്റെ ജീവിത ബന്ധാവാൻ. എനിക്കിഷ്ടമായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം, ഞാൻ ഇഷ്ടപ്പെടാത്തത് അള്ളാഹു അവൻ വെറുക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഇഷ്ടം അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടമാണ്, എന്റെ അനിഷ്ടം അള്ളാഹുവിന്റെയും റസൂലിന്റെയും അനിഷ്ടമാണ്. എനിക്ക് വേണ്ട അവർക്ക് വേണ്ടാത്തത്, അവർക്ക് വേണ്ടതേ എനിക്ക് വേണ്ടൂ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ നമ്മുടെ ഈമാൻ ഉയർന്നു പോയാൽ നബിയെ തൗബാൻ എന്നവരോട് പറഞ്ഞു കൊടുക്കൂ, ഫഉലൈക, അത്തരം ആളുകൾ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തവരുടെ കൂടെയാണ്. മിനൻ നബിയീൻ, ആരൊക്കെയാണവർ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സച്ചരിതരായ ആളുകൾ, വശുഹദാഇ വസ്സാലിഹീൻ, അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്തവർ, സജ്ജനങ്ങളും സദ്വൃത്തരുമായ ആളുകൾ. വഹസുന ഉലൈക റഫീഖാ, അവരെക്കാളും നല്ല കൂട്ടുകാര് പിന്നെ ആരുണ്ട് വേറെ? അവരുടെ കൂടെയാണ്. അവർക്കെന്നും ഹബീബിനെ കാണാൻ കഴിയും. അവരെ താഴെ തട്ടിലല്ല, അവർ ഹബീബിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞോളൂ നബിയെ. ആ
സ്വഹാബിയുടെ മനസ്സിന് ആശ്വാസമാവട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹത്തിന് അല്ലാഹു നൽകിയ മറുപടിയാണ് ഈ വിശുദ്ധമായ ആയത്ത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരാഗ്രഹം ജനിക്കണം. ഇതുവരെ ഇല്ലെങ്കിൽ ഈ സെക്കൻഡ് മുതൽ ഉണ്ടാകണം. ഞാൻ എന്തിന് ജീവിച്ചു മരിക്കണം? എന്റെ മരണം അല്ലാഹുവേ നിന്നെ കാണാനുള്ള യാത്രയുടെ തുടക്കമാണ്. എന്റെ മരണം എന്റെ ഹബീബിനെ കാണാനുള്ള യാത്രയുടെ ആരംഭമാണ്. മരണം സുനിശ്ചിതമാണല്ലോ. നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും മരണം സംഭവിക്കും. മരണം അല്ലാഹു ചെയ്ത അനിവാര്യതയാണ്. എന്നാൽ ഞാൻ മരിക്കുന്നത് എന്റെ മെഹബൂബായ അല്ലാഹുവിനെ കാണാൻ, എന്റെ മെഹബൂബായ അഷ്റഫുൽ ഖൽഖിനെ കാണാൻ എന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതം എന്നത് വീട് വെക്കാനും മക്കളെ കെട്ടിക്കാനും ബിസിനസ് ഉണ്ടാക്കി ഒരുപാട് കാശുണ്ടാക്കി വെക്കാൻ ഇതിനല്ലല്ലോ ജീവിതം. ജീവിതം എന്നത് അതിന് പുണ്യമായൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിനെ തിരിച്ചറിയണം. ഓരോ മട്ടലിലും ഓരോ ഇലയിലും ഓരോ ജലത്തിന്റെ തുള്ളിയിലും മഴത്തുള്ളിയിലും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ സ്പർശം കാണാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ലോകത്ത് എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നാലും എത്ര വലിയ ഇൻവെൻഷൻസ് നടന്നാലും അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ ഇതിനേക്കാളൊക്കെ വലുതാണ്. അല്ലാഹുവേ മനുഷ്യന്റെ കഴിവുകൾ നീ തന്ന കഴിവുകളെ കൊണ്ട് അവരുണ്ടാക്കിയത്. എന്നാൽ ഇവർക്ക് ഈ കഴിവുകളെല്ലാം നൽകിയവനെ നീ ഏറ്റവും വലിയവനാണ്. നീ സ്തുതി അർഹിക്കുന്നവൻ നീ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് റബ്ബേ നീ. ഇത് നമ്മുടെ മക്കളെ കാണുമ്പോൾ മാത്രമല്ല, ഓരോ കല്ല് കാണുമ്പോഴും ഒരു ചെടി കാണുമ്പോഴും ഒരു ജീവിയെ കാണുമ്പോ സഹജീവികളെ കാണുമ്പോ ആകാശത്തേക്ക് നോക്കുമ്പോ താരസമൂഹങ്ങളെ കാണുമ്പോ മേഘങ്ങളെ കാണുമ്പോ പക്ഷികളെ കാണുമ്പോ സസ്യലതാദികളെ കാണുമ്പോ മത്സ്യം കാണുമ്പോ നല്ല നല്ല കൊച്ചു കൊച്ചു പ്രാണികളെ കാണുമ്പോഴടക്കം ഇതെല്ലാം എന്റെ രക്ഷിതാവിന്റെ സൃഷ്ടിയാണ്, ഇതെന്റെ പടച്ചവന്റെ സൃഷ്ടിയാണ് എന്ന് അല്ലാഹുവിനെ ധ്യാനിക്കുവാനും ഓർക്കുവാനും അതിനാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞയച്ചതു തന്നെ. എന്നാൽ ഇപ്പോ നമ്മൾ അതുമാത്രം ചെയ്യുന്നില്ല. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ വിഷയത്തിലാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ പെൻഷൻ ഇത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ പരിശ്രമിച്ചാൽ മതി. ആ പരിശ്രമങ്ങൾ ഞാൻ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് അല്ലാഹു ഏറ്റെടുത്ത വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. എന്റെ മകന്റെ കോഴ്സ് കഴിഞ്ഞാൽ അവന് ജോലി കിട്ടുമോ? കിട്ടുമെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? എത്രയായിരിക്കും അവന്റെ ഇൻകം? എന്തായിരിക്കും അവന്റെ വരുമാനം? നമ്മുടെ കച്ചവടം, നമ്മുടെ വീട്, നമ്മുടെ വരുമാനം ഇത് അല്ലാഹു നിശ്ചയിച്ചു വെച്ചതാണ്. ആരാണോ താരസമൂഹങ്ങളെ ആകാശലോകത്ത് ഉയർത്തി വെച്ചത്, ആരാണോ ഗാലക്സികളെ പടച്ചത്, ആരാണോ കോൺസ്റ്റലേഷൻ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്, ആ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഖസമുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പോലെ നിങ്ങളുടെ സംസാരം നിങ്ങൾ എങ്ങനെ സത്യമായി നിങ്ങൾക്ക് ബോധിക്കുന്നുവോ അതിലേറെ സത്യമാണ് നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ജോലി ഇത് ഞാൻ ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങളെ പറഞ്ഞേച്ച് എന്തിനാണെന്നറിയുമോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, ചിന്തകളെ കൊണ്ട് നിങ്ങൾ എനിക്ക് ആരാധന ചെയ്യണം, എനിക്ക് വഴിപ്പെടേണ്ടവരാണ് നിങ്ങൾ. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളല്ല. സയൻസ് അല്ല നിങ്ങളെ പടച്ചത്, നിങ്ങളുടെ വാപ്പയും ഉമ്മയും അല്ല നിങ്ങളെ പടച്ചത്. അവർ നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാരണം മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞായി വളർത്തിയത് ഉമ്മയാണോ ഉപ്പയാണോ നിങ്ങളെ വളർത്തിയത്? അല്ല, അത് അല്ലാഹുവാണ്. ആ എനിക്ക് നിങ്ങൾ ആരാധന ചെയ്യണേ എന്ന് റബ്ബ് തആല പറയുമ്പോ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. ഹബീബായ നബി തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. വ ഇന്ന അശദ്ദ ഉമ്മതി ഹുബ്ബൻ ലീ. എന്നോട് ഏറ്റവും സ്നേഹമുള്ള മുഹിബ്ബീങ്ങൾ ആരാണെന്നറിയുമോ? പുണ്യനബി ചോദിച്ചിരിക്കുകയാണ്. ആരാണ് ഹബീബിനോട് ഏറ്റവും സ്നേഹമുള്ളവര്? ആരാണ്? ഹബീബിന്റെ മറുപടി എന്താണെന്നറിയോ? വരാൻ പോകുന്ന ആളുകൾ
യവദ്ദു അഹദുഹും ലൗ യറാനീ ബിഅഹ്ലിഹി വമാലിഹി വവലദിഹി. പിൽക്കാലത്ത് വരുന്ന ആളുകൾ എന്നെ കാണാൻ അവർ കൊതിക്കും. എങ്ങാനും അവരുടെ മക്കളെ തന്നാൽ, അവരുടെ ഭാര്യയെ, അവരുടെ ഭർത്താവിനെ, അവരുടെ സമ്പത്ത് ഇത് മുഴുവൻ കൊടുത്താൽ എന്നെ കാണാൻ പറ്റുമെന്നവരറിഞ്ഞാൽ എല്ലാം കൊടുത്തിട്ടെങ്കിലും എന്നെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിക്കുന്ന ഉമ്മത്തികൾ എൻ്റെ പിൻഗാമികളിൽ വരാനുണ്ട്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ മുഹിബ്ബീങ്ങളെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുഹിബ്ബുകളാവാൻ ഇനിയും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അല്ലാഹു ആ ഹുബ്ബ് നിറച്ചു തന്നില്ലെങ്കിൽ ഈമാനിന്റെ വെളിച്ചമുണ്ടോ? ആ ഹുബ്ബില്ലെങ്കിൽ ദീനിന്റെ വെളിച്ചമുണ്ടോ? ആരാധനയ്ക്ക് മധുരമുണ്ടോ? നിസ്കാരത്തിന് മധുരമുണ്ടോ? നോമ്പിന് മധുരമുണ്ടോ? ഖുർആൻ ഓതുന്നതിന് മധുരമറിയുമോ? ഹബീബിനോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹം ഖൽബിലില്ലെങ്കിൽ കേവലം ഒരു ചടങ്ങായി മാറില്ലയോ അത്? നിങ്ങൾ ഓതുന്ന വരികൾ ഇത് എൻ്റെ റഹ്മാനായ റബ്ബ്, എൻ്റെ ഹബീബായ നബിതങ്ങൾക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാസിതയിലൂടെ ഇറക്കി കൊടുത്ത എൻ്റെ റബ്ബിന്റെ വാക്കുകളാണ് ഞാൻ ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതെന്റെ റബ്ബിന്റെ വാക്കുകളാണ്. ഒരു മെഹബൂബിന്റെ ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നാറില്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വോയിസ് കേൾക്കുമ്പോഴേ എത്ര നമ്മുടെ മനസ്സ് കുളിർക്കാറുണ്ട്. എൻ്റെ റബ്ബിന്റെ വാക്കുകളാണിത്, എൻ്റെ മെഹബൂബിന്റെ വാക്കുകളാണ്, എൻ്റെ മെഹബൂബിന്റെ വചനങ്ങളാണ് ഞാൻ ഓതുന്നതെന്ന് ഖുർആൻ ഓതുമ്പോൾ ഒരു ആനന്ദം നമുക്ക് തോന്നാറുണ്ടോ? ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടാൻ കാരണം ഖൽബിൽ ഹുബ്ബ് നിറയാത്തത് കൊണ്ടാണ്. ഹുബ്ബൻ ലില്ലാഹി വലിറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ഖൽബ് കൊണ്ട് സ്നേഹം വേണം. സ്നേഹം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അല്ലാഹു ദീനിനെ. ദീൻ സ്നേഹമാണ്, എല്ലാവരോടുമുള്ള ഗുണകാംക്ഷയാണ്, എല്ലാവരോടുമുള്ള സ്നേഹമാണ്. അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും ബിഹി മിൻ നിഅമിഹി, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി ചെയ്യണമേ, അല്ലാഹുവിനെ സ്നേഹിക്കണമേ. അവനാണ് നിങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തത്, അവനാണ് നിങ്ങൾക്ക് നടന്നു പോകാൻ സൗകര്യം ചെയ്തത്, അവനാണ് നിങ്ങൾക്ക് ശരീരം തന്നത്. നിങ്ങളുടെ ഹെയർ സ്റ്റൈലും നിങ്ങളുടെ ശരീരവും എല്ലാം ഒരുക്കി തന്നത് അല്ലാഹു അല്ലയോ? പടച്ച തമ്പുരാനല്ലയോ നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കുന്നത്? അല്ലാഹുവിന്റെ നിയന്ത്രണമല്ലേ നിങ്ങളുടെ കിഡ്നിയും ലിവറും ലങ്സുകളും നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? സർവശക്തനായ റബ്ബിന്റെ നിയന്ത്രണം കൊണ്ടല്ലേ? ഭക്ഷണം വായിലേക്ക് വെക്കാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിയൂ? ആ ഭക്ഷണത്തെ ഫാറ്റും അതിന്റെ മിനറൽസും പ്രോട്ടീൻസുമായി വേർതിരിക്കാനും വേസ്റ്റുകളായി തള്ളിക്കളയാനും ബ്ലഡിന് ആവശ്യമായത് ബ്ലഡിലേക്ക് കടത്തിവിടാനും നിങ്ങളാണോ ചെയ്യുന്നത്? അതല്ല മറ്റൊരാളാണോ? ആ മറ്റൊരാൾ അല്ലാഹു അല്ലാതെ ആരാണ് ചെയ്യുന്നത്? അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കണം. അവനാണ് നിങ്ങളെ ശരീരത്തെ വളർത്തുന്നത്, അവനാണ് നിങ്ങൾക്ക് അവസരങ്ങൾ തന്നത്, അവനാണ് നിങ്ങൾക്ക് കുടുംബം തന്നത്, അവനാണ് നിങ്ങൾക്ക് മാതാപിതാക്കളെ നൽകിയത്, അവനാണ് മൂക്ക് നിങ്ങൾക്ക് സൃഷ്ടിച്ചതോടുകൂടെ ശ്വസിക്കാൻ ഓക്സിജൻ തന്നത്, അവനാണ് വിശപ്പും ദാഹവും സൃഷ്ടിച്ചപ്പോ ഭക്ഷണവും പാനീയവും തന്നത്. അഹിബ്ബുല്ലാഹ്, പുണ്യനബി പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. പടച്ചതമ്പുരാനൊരു എന്തോ ഭീകരനാണ് എന്ന് പറഞ്ഞ് പടച്ചവനെ നിങ്ങൾ പേടിയോടുകൂടെ മാത്രമല്ല കാണേണ്ടത്, അല്ലാഹുവിനെ സ്നേഹിക്കണം. നമ്മള് റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനോട് ഇഷ്ടം തോന്നാറുണ്ടോ? എൻ്റെ മെഹബൂബാണ് അല്ലാഹു. ആ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഇടമാണ് മസ്ജിദ്. എൻ്റെ മുസല്ലയിൽ ഞാൻ തലവെച്ച് സുജൂദ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത മെഹബൂബിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദിൽ കിടക്കുമ്പോഴാണത്രേ അല്ലാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. സുജൂദ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടോ നിങ്ങളുടെ മെഹബൂബുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന്? അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഖൽബിനുള്ളിൽ ഈമാനിന്റെ മഹബ്ബത്തിന്റെ വെളിച്ചം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു നമുക്കത് നൽകട്ടെ, അല്ലാഹു ഖൽബിൽ മഹബ്ബത്ത് നൽകട്ടെ. ആരാധനക്ക് മധുരമുണ്ട്, സ്വലാത്തിന് മധുരമുണ്ട്, ദിക്റുകൾക്ക് മധുരമുണ്ട്. ആ മധുരമറിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.